നമസ്കാരം. അജയ്സ് പ്രസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു അജയ്സ് പ്രസ്. വാട്ട് വി ഡു ഈസ് എക്സ്പ്രസ്. അനന്തു കൃഷ്ണനും ആനന്ദകുമാറും കൂടി തട്ടിച്ചെടുത്തത് പാവപ്പെട്ട മലയാളികളുടെ 1000 കോടി രൂപയിൽ അധികമാണെന്നാണ് മാധ്യമങ്ങൾ പറയുന്നത്. ഇനി മാധ്യമങ്ങൾ പറയാത്ത ഒരു തട്ടിപ്പിൻ്റെ കഥ കൂടി ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അൽ മുക്താദിർ ജ്വല്ലറി തട്ടിപ്പ് കഥയാണ് അത്. ഏകദേശം 2000 കോടിയിലധികം രൂപയാണ് ഈ തട്ടിപ്പുകാരൻ ഡോക്ടർ മുഹമ്മദ് മൻസൂർ എന്നു പേരായ ഒരാൾ തട്ടിയെടുത്തിരിക്കുന്നത്. എന്നാൽ കേരളത്തിൽ ഒരു മാധ്യമങ്ങളും, മറുനാടൻ ഷാജൻ സ്കറിയ ഒഴികെ ഒരു പത്രമാധ്യമങ്ങളും ഇപ്പോഴും ഈ തട്ടിപ്പിനെ പറ്റി പറയുന്നേയില്ല. ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. ലൈവ് ലൊക്കേഷൻ കാണിച്ചു നമുക്ക് എന്തോ ഒരു കാര്യം ഞാൻ പറയാം. അയാള് നാളെത്തരം കഴിഞ്ഞ് ഇന്ത്യ വിട. അയാൾക്ക് ഒരു FIR പോലും ഇല്ല. ഞാൻ അന്വേഷിച്ചിട്ടുള്ള ഒരാളാണ്. ഒരു FIR അയാളുടെ പേരിൽ ഇതുവരെ ആയിട്ടില്ല. ഇതിപ്പോ ഇവിടുത്തെ ഉദ്യോഗസ്ഥർ അവർക്ക് അറിഞ്ഞുകൂടാ. ഞാൻ പറയട്ടെ, കൂടുതൽ മീഡിയകള് ഞാൻ 3 ദിവസമായി എല്ലാ മീഡിയകളെയും വിളിക്കുക. പക്ഷെ ഒരു മീഡിയ പോലും വന്നിട്ടില്ല. കാരണം നമുക്ക് എന്താണെന്ന് അധികം മനസ്സിലാക്കാൻ പറ്റിയത്, 1000 രൂപ ഒരുത്തൻ ഒരാളിൽ നിന്ന് കടം മേടിച്ച് കൊടുത്തില്ലെങ്കിൽ അപ്പോഴേ ബ്രേക്കിംഗ് ന്യൂസ്, ഫ്ലാഷ് ന്യൂസ് എല്ലാം വരും. സത്യത്തിൽ ഇവിടെയുള്ള സ്പെഷ്യൽ ബ്രാഞ്ച് ഇത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥരെ പോലും കയ്യിലെടുത്തുകൊണ്ട് മൻസൂർ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള ആളുകളെ പറ്റിച്ചിരിക്കുകയാണ്. ഇതില് 1 ലക്ഷം മുതൽ 5 കോടി രൂപ വരെയുള്ള, അതായത് ഞാനൊരു പൊതുവായിട്ട് നിൽക്കുന്ന ഒരാളാണ്. എന്റെ അടുത്ത് 50 പേരുടെ പ്രൊഫൈൽ ഇരിപ്പുണ്ട്. നാളെ വർക്കലയിലെ മകളുടെ കല്യാണമുള്ള 3 ഫാമിലി ഉണ്ട്. അവർക്ക് ഇന്ന് പൈസ കിട്ടിയില്ലെങ്കിൽ അവരാ മകളുടെ കല്യാണം മുടങ്ങും, അവർ ജീവൻ അവസാനിപ്പിക്കുമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തൊപ്പിയും ഇട്ട് താടിയും വളർത്തി നിങ്ങൾ മുസ്ലിമാണ്, അള്ളാഹുവിന്റെ 100 നാമങ്ങളും ഇട്ട് അവിടെ ഇവിടെ ഒളിച്ചിരുന്ന ഇത്രയും ആളുകള് ഈ നിൽക്കുന്ന ഓരോരുത്തരും 5 പേരുടെ പ്രതിനിധികളാണ്. അതുകൊണ്ട് വളരെ മോശമാണ്. ഇവിടെ ഉദ്യോഗസ്ഥരിപ്പോ അവനെ വിളിച്ചപ്പോ അദ്ദേഹം പറഞ്ഞത് ബോംബെയിലുണ്ട്, താനായിലുണ്ട്, ഒന്നുമില്ല. ഇനി എവിടെയോ ഇരുന്നോ പൈസ, പാവങ്ങളുടെ പൈസ ഞങ്ങള് 3 മാസമായിട്ട് ഒരു മീഡിയക്ക് കൊടുത്തില്ല. ഒന്നിനും കൊടുക്കാതെ ഞങ്ങൾ ഒളിച്ചൊളിച്ചു വെച്ചാൽ പാവങ്ങളുടെ പൈസ കിട്ടുന്നു. ഇപ്പോഴും ഇത് മീഡിയയിൽ കൊടുക്കാനല്ല. മൻസൂറെ, നീ ഇത് കണ്ടുകൊണ്ട് ഈ പാവങ്ങളുടെ പൈസ നീ തിരിച്ചു കൊടുക്കാൻ ശ്രമിക്കണം. ഇവർക്കാർക്ക് ഇൻട്രസ്റ്റും പലിശയും ഒന്നും വേണ്ട. ഇതാരും പലിശ മേടിക്കുന്നവരല്ല. നിന്റെ ബിസിനസിന്റെ ലാഭം കൊടുക്കാമെന്ന് പറയാണ് ഈ പാവങ്ങളെ പറ്റിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിന്റെ ഉമ്മായിക്കും ഭാര്യയ്ക്കും സുഖമില്ലെന്ന് പറഞ്ഞിട്ടും ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്, ഈ നിൽക്കുന്ന ഓരോരുത്തരുടെയും വീട്ടില് സുഖമില്ലാത്ത ഉമ്മമാരുണ്ട്, പെങ്ങന്മാരുണ്ട്, മക്കളുണ്ട്. എന്റെ അടുത്ത് 4 ക്യാൻസർ പേഷ്യന്റുമാരുടെ അവർ കൊടുത്ത പൈസ അവരെ മക്കളെയും കൊണ്ട് RCC നിൽക്കുക. ഇതുവരെ അവരുടെ കോളൊന്നും എടുത്തിട്ടില്ല. അതുകൊണ്ട് ഇത് 2000 കോടിക്ക് മുകളിലുള്ള സാമ്പത്തിക തട്ടിപ്പാണ്. അനന്തകൃഷ്ണൻ 1000 കോടി രൂപയാണ് തട്ടിച്ചതെങ്കിൽ ഇത് 2000 കോടി രൂപയാണ്. വീണ്ടും ഞാൻ പറയുന്നു, പാവത്തുങ്ങളാരെങ്കിലും 1000 രൂപ കടം വാങ്ങിയാൽ അപ്പൊ തന്നെ FIR ഇടുകയും അപ്പൊ തന്നെ കേസെടുക്കുകയും ചെയ്യുന്ന കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് ഇത് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് എനിക്ക് പറയാനുള്ളത്. അൽ മുക്താദിർ മുതലാളിയുടെ തിരുവനന്തപുരം തിരുമലയിലുള്ള വീടിന്റെ മുൻപിൽ പറ്റിക്കപ്പെട്ട ചില ആൾക്കാർ എല്ലാം കൂടി ചേർന്ന് കൂട്ടായി അയാളെ കാണുവാൻ വന്നിരിക്കുന്ന ഒരു വീഡിയോ ആണിത്. എന്താണ് അൽ മുക്താദിർ ജ്വല്ലറിക്ക് പറ്റിയത്? നമുക്കറിയാവുന്ന വിവരം ഇതൊക്കെയാണ്. 2025 ജനുവരിയിലാണ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് അൽ മുക്താദിർ ജ്വല്ലറിയിൽ വ്യാപകമായ റെയ്ഡ് നടത്തിയത്. റെയ്ഡിനെ തുടർന്ന് 380 കോടിയുടെ നികുതി വെട്ടിപ്പാണ് ഇൻകം ടാക്സ് കണ്ടെത്തിയത്. ഇക്കൂട്ടർ വൻതോതിൽ കള്ളപ്പണം വെളുപ്പിച്ചെന്നും കണ്ടെത്തി. കേരളത്തിൽ മാത്രം ഏതാണ്ട് 380 കോടി രൂപയുടെ നികുതി വെട്ടിപ്പാണ് ഇവർ കണ്ടെത്തിയിരിക്കുന്നത്. ഈ റെയ്ഡിൽ കണ്ടെത്തിയ മറ്റൊരു കാര്യം, മണി ചെയിൻ മാതൃകയിൽ കണക്കിൽപ്പെടാത്ത കോടിക്കണക്കിന് രൂപ ഇവർ സമാഹരിച്ചു എന്നും കണ്ടെത്തി. വിദേശത്തേക്ക് ഇവർ 50 കോടി രൂപ കടത്തിയെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ദുബായിൽ നിരവധി നിക്ഷേപങ്ങൾ നടത്തിയിരിക്കുന്നത് ആദായ നികുതി റിട്ടേണിൽ രേഖപ്പെടുത്തിയിട്ടില്ലെന്നും ഇപ്പോൾ പറയുന്നുണ്ട്. ഈ റെയ്ഡിനെ തുടർന്നാണ് അൽ മുക്താദിർ ജ്വല്ലറിയുടെയും അവരെ വിശ്വസിച്ച് സ്വർണം കിട്ടും എന്ന് വിശ്വസിപ്പിച്ച് മണി ചെയിൻ മാതൃകയിൽ സ്വർണം നിക്ഷേപിച്ച നിക്ഷേപകരുടെയും കഷ്ടകാലം ആരംഭിച്ചത്. അൽ മുക്താദിർ ജ്വല്ലറി മുതലാളി മുഹമ്മദ് മൻസൂർ ഇപ്പോൾ നാട് വിടുവാൻ സാധ്യതയുണ്ട്. ഉടനെ ഇയാളെ അറസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞാണ്
തിരുമലയിലുള്ള അയാളുടെ വീട്ടിൽ നിക്ഷേപകർ തടിച്ചു കൂടിയത്. ഇയാളെ വിശ്വസിച്ച് പണം നിക്ഷേപിച്ച പാവപ്പെട്ടവർക്ക് ഇപ്പോൾ പണവുമില്ല, സ്വർണവുമില്ല എന്നതാണ് അവസ്ഥ. പല കടകളും ഇപ്പോൾ തുറക്കാറില്ല. തുറന്നാൽ തന്നെ നിക്ഷേപകരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുവാൻ കടയിലെ ജോലിക്കാർ പാടുപെടുന്നു. പണിക്കൂലി ഇല്ല എന്നതായിരുന്നു ഇവർ പരസ്യപ്പെടുത്തിയിരുന്നത്. മാത്രമല്ല ഹലാൽ സ്വർണം എന്ന മറ്റൊരു പരസ്യം. ഇത് വിശ്വസിച്ച് ഒട്ടേറെ പേർ അൽ മുക്താദിർ ജ്വല്ലറിയിലേക്ക് സ്വർണം വാങ്ങുവാൻ ഓടിക്കൂടി. പക്ഷേ പണിക്കൂലി ഇല്ലാതെ എങ്ങനെ സ്വർണം വിൽക്കുവാനാകും? അങ്ങനെ ഒരു ചോദ്യം അപ്പോഴും അവശേഷിച്ചു. ഹലാൽ സ്വർണം, അതെന്ത് സ്വർണം? മറുനാടൻ മലയാളി ഷാജൻ സ്കറിയയും ചില ഓൺലൈൻ മാധ്യമങ്ങളും പിന്നെ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചൻസ് അസോസിയേഷൻ AKGSMAയും മാത്രമാണ് കൂടെ പ്രതികരിച്ചത്. മറുനാടൻ ഷാജൻ സ്കറിയ തന്നെ അൽ മുക്താദിറിനെ കുറിച്ച് 5 or 6 സ്റ്റോറി ചെയ്തിട്ടുണ്ട്. എന്നിട്ട് മലയാളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഇതൊന്നും കണ്ടില്ല, കേട്ടില്ല, അവർ അറിഞ്ഞില്ല. അൽ മുക്താദിർ ജ്വല്ലറിക്ക് എന്നല്ല ആർക്കും പണിക്കൂലി ഇല്ലാതെ സ്വർണം വിൽക്കുവാനാകില്ല എന്നും അൽ മുക്താദിർ ജ്വല്ലറിക്ക് അവരുടെ ഇടപാടുകാർക്ക് അവർ കൊടുത്ത വാഗ്ദാനം പാലിക്കുവാനുമായില്ല എന്നുമാണ് AKGSMA പറഞ്ഞത്. ഇങ്ങനെ ആകർഷകമായ പരസ്യം കണ്ട് അവരെ വിശ്വസിച്ച് ഗോൾഡ് സ്കീം എന്നൊക്കെ പറഞ്ഞ് പണം നിക്ഷേപിച്ചവർക്ക് സ്വർണം കൊടുക്കുവാനോ പണം തിരിച്ചു കൊടുക്കുവാനോ ഇവർക്കാകുന്നില്ല എന്നും AKGSMA പറയുന്നു. മറ്റൊരു രസകരമായ കാര്യം, അൽ മുക്താദിർ ജ്വല്ലറി പല പേരുകളിലാണ് ഓരോ സ്ഥലത്തും ഷോറൂം ആരംഭിച്ചത് എന്നതാണ്. ഒരുപക്ഷെ ടാക്സ് വെട്ടിക്കുവാൻ തന്നെയാകും ഇങ്ങനെ പല പേരുകളിൽ കടകൾ തുടങ്ങിയത്. കൂടുതലും പാവപ്പെട്ട മുസ്ലിം സഹോദരങ്ങളാണ് ഇയാളുടെ ഈ കെണിയിൽ വീണത് എന്നാണ് പറയപ്പെടുന്നത്. പലരുടെയും മക്കളുടെ കല്യാണം, അടുത്ത ബന്ധുക്കളുടെ ചികിത്സാ ചെലവ്, ഇതിനൊക്കെയായി പണം തിരിച്ചു ചോദിച്ചപ്പോഴാണ് സ്വർണ്ണക്കട ഉടമയെ തന്നെ കാണാതെ ആകുന്നത്. ഇന്ന് ഈ വീഡിയോയിൽ അൽ മുക്താദിർ ജ്വല്ലറിയുടെ തട്ടിപ്പിനെ കുറിച്ച് മാത്രം പറയുവാനല്ല ഞാൻ വന്നിരിക്കുന്നത്. ഇവരുടെ തട്ടിപ്പിന് ചൂട്ടുപിടിച്ച മലയാളത്തിലെ പത്രമാധ്യമങ്ങളുടെ ഇരട്ടത്താപ്പും വഞ്ചനയും നമ്മൾ തിരിച്ചറിയണം എന്നുകൂടി പറയുവാനാണ്. മലയാളത്തിലെ ഒറ്റ മുഖ്യധാരാ മാധ്യമങ്ങളും ഈ വാർത്ത കൊടുത്തില്ല. റെയ്ഡിൻ്റെ തന്നെ വിവരം അകത്തെ പേജിലോ മറ്റോ ആണ് ഇവർ കൊടുത്തത്. ഒരിടയ്ക്ക് സ്ഥിരമായി മലയാളത്തിലെ എല്ലാ പത്രങ്ങളുടെയും മുൻ പേജിലെ ഫുൾ പേജ് പരസ്യം അൽ മുക്താദിർ ജ്വല്ലറിയുടേതായിരുന്നു. മനോരമയുടെ, മാതൃഭൂമിയുടെ എല്ലാം മുൻ പേജിൽ ഈ അൽ മുക്താദിർ ജ്വല്ലറിയുടെ പരസ്യം ഞാനൊരു 8-10 തവണ എങ്കിലും കണ്ടിട്ടുണ്ട്. മനോരമയുടെ, മാതൃഭൂമിയുടെ, മാധ്യമത്തിൻ്റെ എന്ന് വേണ്ട എല്ലാ പത്രങ്ങളുടെയും മുൻ പേജിൽ ഫുൾ പേജ് പരസ്യം എന്നാൽ അതും കേരളം മുഴുവൻ കൊടുക്കണമെങ്കിൽ കോടിക്കണക്കിന് രൂപ പരസ്യക്കൂലി തന്നെ കൊടുക്കേണ്ടി വരും. അങ്ങനെ പരസ്യം കൊടുത്ത മുതലാളിയെ ആരെങ്കിലും പിണക്കുമോ? പിണക്കില്ല. പത്രം വായിക്കുന്ന വായനക്കാരോടോ അതോ പരസ്യം കൊടുക്കുന്ന മുതലാളിയോടാണോ ഈ പത്ര മുത്തശ്ശിമാരുടെയും ചാനലുകളുടെയും പ്രതിബദ്ധത? സംശയമെന്ത്? മുതലാളിമാരോട്. ഈ ജ്വല്ലറി തന്നെ സംശയത്തിൻ്റെ നിഴലിൽ ആയപ്പോഴോ അവിടെ റെയ്ഡ് നടന്നപ്പോഴോ ഒക്കെ പൊതുജനം വായിക്കുന്ന രീതിയിൽ വാർത്ത കൊടുക്കുകയോ അവരുടെ തനിനിറം വെളിച്ചത്ത് കൊണ്ടുവരികയോ ചെയ്തിരുന്നു എങ്കിൽ ഇപ്പോൾ ഇരയായിരിക്കുന്നവരിൽ ഒട്ടേറെ പേർ ഈ തട്ടിപ്പിൽ വീഴാതെ രക്ഷപ്പെട്ടേനെ. വെറും വാചകമടി മാത്രമാണ് നമ്മുടെ മാപ്രകളുടെ കൈമുതൽ. എന്താണ് ഇവരുടെ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ്? ഒന്നുമില്ല. ദീപസ്തംഭം മഹാശ്ചര്യം, അതാണ് ഇവരുടെ ലൈൻ. നേരോടെ നിരന്തരം നിർഭയം എന്ന ടാഗ് ലൈനൊക്കെ വെറും 5 ലൈൻസ് മാത്രം. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഒന്ന് ഓർത്തു നോക്കിക്കേ. നമ്മൾ ആദ്യം കണ്ട ആ വീഡിയോയിൽ ആ മനുഷ്യൻ പറയുന്നുണ്ട് അയാൾ എല്ലാ മാധ്യമങ്ങളെയും വിവരങ്ങൾ അറിയിച്ചു എന്ന്. പക്ഷേ വാർത്ത കൊടുക്കാൻ ഒരു പത്രവും ചാനലും തയ്യാറായില്ല. 7 ലക്ഷം രൂപ മാത്യു കുഴൽനാടൻ അനന്തു കൃഷ്ണൻ്റെ പക്കൽ നിന്നും വാങ്ങിയെന്ന് യാതൊരു ഉളുപ്പുമില്ലാതെ നുണ തന്നെ വിളിച്ചു പറഞ്ഞ ചാനലുകൾ ഉള്ള നമ്മുടെ നാട്ടിലാണ് ഇത്രയും വലിയ തട്ടിപ്പ് നടത്തിയ ഒരു സ്വർണ്ണക്കട മുതലാളിയുടെ തട്ടിപ്പിന് കേരളത്തിലെ മാപ്രകൾ കുട പിടിച്ചു കൊടുക്കുന്നത്. അനന്തു കൃഷ്ണൻ്റെ തട്ടിപ്പിനെ പറ്റി ഇപ്പോൾ ഘോരഘോരം സ്റ്റോറി ചെയ്യുന്ന പത്രമാധ്യമങ്ങൾ എന്തുകൊണ്ടാണ് അൽ മുക്താദിർ മുതലാളിയുടെ തട്ടിപ്പ് കാണാതെ പോകുന്നത്? മനോരമയുടെ എഡിറ്റോറിയൽ പേജിൽ കുറേ ദിവസങ്ങളായി അനന്തുവിൻ്റെ തട്ടിപ്പ് തന്നെയാണ് സ്റ്റോറി. അനന്തു പരസ്യം കൊടുത്തിട്ടില്ല, അതുകൊണ്ട് അനന്തുവിനെതിരെ എഴുതി പത്രക്കോളങ്ങൾ നിറയ്ക്കും. അൽ മുക്താദിർ മുതലാളി ദിനംപ്രതി ഫുൾ പേജ് പരസ്യം കൊടുത്തതുകൊണ്ട് അയാൾക്കെതിരെ ഞങ്ങൾ എഴുതില്ല. അതാണ് പത്രധർമ്മം. ഇഷ്ടമാതിരി പരസ്യം എന്ന് പറഞ്ഞ് ഇവരെല്ലാം മേടിച്ചിട്ടുണ്ട്, നക്കിയിട്ടുമുണ്ട്. എന്നിട്ടാണ് ജനാധിപത്യത്തിൻ്റെ 4-ാം തൂണാണ് 5-ാം തൂണാണ് എന്നൊക്കെ പുരപ്പുറത്ത് കയറി നിന്ന് വലിയ പ്രസംഗം കാഴ്ചവെക്കുന്നത്. ഈ മാധ്യമങ്ങൾ ഒരു ഉലക്കയുമല്ല എന്ന് നമ്മൾ ഓർത്തിരിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് എന്ന ഒന്നുണ്ട്. അത് മാധ്യമങ്ങൾക്ക് മാറാം. വെറും വാചകമടി മാത്രമാകരുത്. പരസ്യം തരുന്നവനാണ് നമ്മുടെ മുതലാളി, അവരോട് മാത്രമാണ് ഞങ്ങളുടെ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് എന്നതാണ് ഇവിടുത്തെ എല്ലാ മാധ്യമങ്ങളുടെയും ഒരു പോളിസി. ഇവരെ എങ്ങനെ വിശ്വസിക്കും? നിങ്ങൾ തന്നെ പറയൂ. മാധ്യമപ്രവർത്തകരുടെ കുടുംബമേളകൾ സ്പോൺസർ ചെയ്യുന്നത് മോൺസൺ മാവുങ്കലിനെ പോലെയുള്ള തട്ടിപ്പ് വീരന്മാരാണ്. തിരുവനന്തപുരത്തെ പ്രസ് ക്ലബിനെ അനന്തു മൊത്തമായി തേച്ചതും നമ്മൾ കണ്ടതാണ്.
അതുകൊണ്ട് തന്നെ ഇവരെ വിശ്വസിക്കരുത്. പത്രങ്ങളായാലും ചാനലുകളായാലും വ്യക്തമായ അജണ്ടയുടെയും സാമ്പത്തിക താൽപ്പര്യങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ജോലി ചെയ്യുന്നത്. അവരിൽ നിന്നും ഇതിൽ കൂടുതലൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട. പ്രതീക്ഷിച്ചാൽ നമ്മളാണ് വിഡ്ഢികൾ ആകുക. ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.